ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. നാളെ പത്രിക സമർപ്പിക്കും. ഭരണഘടന സംരക്ഷിക്കലാണ് ദൌത്യമെന്ന് ഹാരിസ് ബീരാൻ. രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ LDF ശ്രമം. CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. ബാർക്കോഴ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് റോജി M. ജോൺ. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി MB രാജേഷ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCCയിൽ രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുരിയച്ചിറയ്ക്ക് സസ്പെൻഷൻ. ബിഷപ്പിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി NSS. മാർ കൂർലോസ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിരുന്നുവെന്ന് G. സുകുമാരൻ നായർ. ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കുമെന്നും പരിഹാസം. സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി. തൃശൂരിലെ മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ. അനുനയ നീക്കത്തിന് കേരള നേതാക്കൾ ഡൽഹിയിൽ. ജോർജ് കുര്യന് വിദേശകാര്യം, ന്യൂനപക്ഷക്ഷേമം, സഹകരണ വകുപ്പുകളിൽ പരിഗണന. ആദ്യ മന്ത്രിസഭാ യോഗം വൈകിട്ട് 5. വിമതർക്ക് അന്ത്യശാസനവുമായി ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം. നിർദ്ദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. സർക്കുലർ ഇറക്കി എറണാകുളം അങ്കമാലി അതിരൂപത. ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. നാളെ പത്രിക സമർപ്പിക്കും. ഭരണഘടന സംരക്ഷിക്കലാണ് ദൌത്യമെന്ന് ഹാരിസ് ബീരാൻ പ്രതികരിക്കുകയും